നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 മാർച്ച് മാസത്തെ ചതയ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. ചതയ നക്ഷത്രം എന്ന് പറയുമ്പോൾ കുംഭക്കൂറിലാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 3-ാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ മാസത്തിലുള്ളൊരു പ്രത്യേകത എന്താ വെച്ചാൽ അഗ്നികാരകനായിരിക്കുന്ന സൂര്യനും ചൊവ്വയും 14-ാം തീയതി കുംഭൻ രാശിയിലേക്ക് വരുന്നുണ്ട്. ശനി അവിടെ തന്നെ സ്വക്ഷേത്ര ബലവാനാണ്. അവിടെ തന്നെ ശുക്രൻ 8-ാം തീയതി ശുക്രൻ വരും. അപ്പോൾ ആദിത്യനും ചൊവ്വയും ശുക്രനും ബുധനും ചതുർഗ്രഹ യോഗമാണ് ലഗ്നത്തിൽ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളത് കാരണം കൊണ്ട് കുറേ ഗുണങ്ങളുമുണ്ട്, കുറേ ദോഷങ്ങളുമുണ്ട്. കാരണം ലഗ്നത്തിൽ നിൽക്കുന്ന പാപഗ്രഹങ്ങൾ ലഗ്നാധിപതിയുടെ ശത്രുവായിട്ടാണ് നിൽക്കുന്നത്. ലഗ്നേ കുജേ ക്ഷതധനു എന്ന് പറയുന്ന യോഗം ചെയ്തിട്ട് ചൊവ്വയും, അതുപോലെ തന്നെ അലസപ്രേക്ഷ നിര്യാണകാരകനായിരിക്കുന്ന ശനി അവിടെ കണ്ടകശനിയുടേതായിരിക്കുന്ന ദോഷം ചെയ്ത് നിൽക്കുന്നു. ചൊവ്വയും ശനിയും കൂടി കൂടുമ്പോൾ അഗ്നിമാർദ്ദ യോഗമാണ്. ഭോഗകാരകനായിരിക്കുന്ന ശുക്രൻ ബാധകാധിപതിയായിട്ട് ലഗ്നത്തിൽ നിൽക്കുന്നു. അപ്പോൾ അവനവന് തന്നെ പല രീതിയിലുള്ള ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാനായിട്ട് യോഗമുള്ള സമയമാണ്. അലസത വർദ്ധിക്കും, ഭൗതിക സുഖങ്ങളോടുള്ള താല്പര്യം വർദ്ധിക്കും, ദേഷ്യം കൂടും, എടുത്തുചാട്ടം കൂടും, തലവേദന ഉണ്ടാകാൻ സാധ്യതയുണ്ട്, എടുത്തിയാടി സംസാരിക്കുന്ന സ്വഭാവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അനാവശ്യമായിട്ട് ചിലവ് വർദ്ധിക്കാൻ യോഗമുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് യോഗമായത് കാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ ഈ മാസം വരുമാനത്തിൽ വർധനവുണ്ടാകാനുള്ള യോഗമാണുള്ളത്. നല്ല സഹായം പ്രതീക്ഷിക്കാവുന്നതാണ്. നമ്മൾ ആരിൽ നിന്നും സഹായം പ്രതീക്ഷിക്കുന്ന അവരിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള സഹായം കിട്ടാനായിട്ട് യോഗമുണ്ട്. കർമാധിപതി സാന്നിധ്യം ചെയ്ത് നിൽക്കുന്ന കാരണം തൊഴിലിൽ വളരെ ഉയർച്ച അഭിവൃദ്ധി ഉണ്ടാകാൻ യോഗമുണ്ട്. പ്രത്യേകിച്ചും പോലീസ്, പട്ടാളം മുതലായിട്ടുള്ള മേഖലയിൽ, അതുപോലെ നഴ്സിംഗ്, എൻജിനീയറിംഗ് പോലുള്ള മേഖലകളിൽ, കെമിക്കൽ വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജോലി ചെയ്യുന്ന വ്യക്തികൾ, കളക്ടറേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന വ്യക്തികൾ, ഇരുമ്പ് വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന വ്യക്തികൾ, ഇങ്ങനെയുള്ളവർക്കൊക്കെ കുറേ നേട്ടങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. എന്നാൽ അവനവൻ്റെ എടുത്തുചാട്ടം പോലെയുള്ള കാര്യങ്ങൾ കുറയ്ക്കണം. ധനസ്ഥാനത്ത് നിൽക്കുന്നത് അമൃതവർഷകണ്ഠകാരകനായിരിക്കുന്ന രാഹുവാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ലാഭം കിട്ടാനായിട്ട് യോഗമുണ്ട്, അപ്രതീക്ഷിതമായിട്ട് നഷ്ടം വരാൻ സാധ്യതയുമുണ്ട്. അതുപോലെ തന്നെ കേസ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനും ശരീരത്തിന് ചതവ് സംഭവിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്താണ്, ലഗ്നത്തിൽ നിൽക്കുന്ന ചൊവ്വയും ശനിയും അഗ്നിമാർദ്ദ യോഗം ചെയ്ത് നിൽക്കുമ്പോൾ ചെറിയ പ്രശ്നം വലിയ വിഷയമായിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കുറേ നാൾ കഷ്ടപ്പെടേണ്ട അവസ്ഥ വരാൻ സാധ്യതയുണ്ട്. അത് കാരണം കൊണ്ട് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ വളരെ സൗമ്യമായിട്ട് സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ചെറിയ കാര്യങ്ങൾക്ക് കേസ്, വഴക്ക് പോലുള്ള കാര്യങ്ങളായിട്ട് പോകായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നമുക്ക് കണ്ടമാനം വിഷമവും ടെൻഷനും അനുഭവിക്കാൻ ഇടവരുമെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം. വിഷ്ണു ക്ഷേത്രത്തിൽ ദൈവാധീനം വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് നെയ്വിളക്ക്, ഭാഗ്യസൂക്ത, പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ ശംഖാഭിഷേകം തുടർച്ചയായിട്ട് ചെയ്യണം. നെയ്വിളക്ക് കഴിപ്പിക്കണം, കൂളമാലയും പിൻവിളക്കും കഴിപ്പിക്കണം. ഇങ്ങനെയുള്ള വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മേൽപ്പറയപ്പെട്ട വലിയ ദോഷങ്ങളില്ലാതെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ യോഗമുണ്ട്. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നാരങ്ങാമാല ചാർത്തുന്നതും ഈ ദോഷങ്ങൾ കുറയ്ക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്താൽ സാമ്പത്തികമായിരിക്കുന്ന നല്ല വർധനവിന് യോഗമുള്ള സമയമാണ്. കർമാധിപതി സാന്നിധ്യം ചെയ്ത് നിൽക്കുന്നതിനും തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട്. അതുപോലെ തന്നെ സ്പോർട്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ വിജയിക്കാനായിട്ട് യോഗമുള്ള സമയമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൻ്റെ കാര്യത്തിൽ അത്രയൊരു അനുകൂലാവസ്ഥ പറയുന്നില്ലെങ്കിലും 5-ാം ഭാവാധിപതിയായിരിക്കുന്ന ബുധൻ 2-ൽ നിൽക്കുന്നത് കാരണം കൊണ്ട് പൊതുവെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തന്നെ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.